JRCM ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ആ, വളരെ സന്തോഷം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. RCMലും വസന്തം എന്നാണ് നമ്മൾ ആ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. എന്താണ് വസന്തം? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ എന്താ പറയുക, കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വസന്തകാലം, ശിശിരകാലം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ആ വസന്തം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ലക്ഷണമാണ്, സമൃദ്ധിയുടെ സ്വരൂപമാണ്, പ്രതീകമാണ്, അല്ലേ? പ്രോഗ്രസ്. ഇപ്പോ ആ പ്രകൃതിയിൽ വസന്തം എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് ഫലമൊക്കെ ആയിട്ട് നിറഞ്ഞ് ആ നിറവ്. RCM 25 വർഷം പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ആഘോഷ തിമിർപ്പിലാണ് നമ്മൾ. 100 ദിവസം പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സെലിബ്രേഷൻ ഇങ്ങനെ അനുസ്യൂതം യാത്ര, രൂപാന്തര യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ആളുകൾക്കറിയാം, ഓരോ സ്ഥലങ്ങളിലും എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനത്തിരക്കും ആളുകളുടെ സ്വീകാര്യതയൊക്കെ കൊണ്ട് RCM അനുദിനം സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് RCMന്റെ വെബ്സൈറ്റ് നവീകരണത്തിന് ശേഷം നമുക്ക് അല്പം മുമ്പ് ഓപ്പൺ ചെയ്ത് കിട്ടി. കൃത്യമായി പറഞ്ഞിരുന്നതനുസരിച്ച് 13-ാം തീയതി അപ്ഗ്രേഡേഷന് ശേഷം ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബില്ലിംഗ്, ഡിപ്പോയിൽ നിന്നുള്ള ബില്ലിങ്ങും അതുപോലെ അസോസിയേറ്റ് ബേസിന്റെ ബില്ലിങ്ങും നടക്കാവുന്ന തരത്തിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടി. അപ്പൊ ഈ നവീകരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഇതിപ്പോ ഇവിടെ മാത്രമേ ഉള്ളോ, ബാങ്കും റെയിൽവേയും ഒക്കെ ഇല്ല, അവരൊക്കെ ഇത് ക്ലോസ് ചെയ്യാതെ അല്ലേ ചെയ്യുന്നേ, പിന്നെ എന്തിനാ RCM ഇങ്ങനെ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യുക, ബില്ലിംഗ് ഡേറ്റിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് ബില്ലിംഗ് പ്രോപ്പർ ആവാതിരിക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറെ ചെയ്ത് കഴിയുമ്പോൾ അത് എററായി പോവുക, പിന്നെ ആദ്യം മുതൽ വീണ്ടും ചെയ്യേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ RCMന്റെ ഒരു പോരായികയല്ലേ എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ RCM വളരെ വേഗത്തിൽ വളരുകയാണ്. അതായത് കമ്പനി സിസ്റ്റം ലീഡേഴ്സ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ RCM വളരുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വളർച്ച ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു പ്രിപ്പയർഡ്നെസ്, ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സൈറ്റിൽ ഇങ്ങനെ അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടുള്ളത്. എന്നാണെങ്കിൽ നമുക്കത് ചെയ്യണം, എത്രയും വേഗം നടത്തണം. നടത്തിയാൽ അതിന്റെ ഗുണം അത്രയും നേരത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞത്, ഈ സൈറ്റിന്റെ അപ്ഗ്രേഡേഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഏകദേശം ഒരു 3.5 ലക്ഷം ബില്ലുകളാണ് നമുക്ക് POS വഴി എല്ലാം കൂടെ ചേർത്ത് ചെയ്യാൻ പറ്റുമായിരുന്നത്. അപ്പോൾ അവസാന ദിവസങ്ങളിൽ ഡിസ്പ്ലേ വാളിൽ നിന്നും അതുപോലെ എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഒരേ സമയം ഇങ്ങനെ ബില്ല് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസത്തെ കപ്പാസിറ്റി അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ജാം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഓരോരുത്തർ വന്ന് കയറുന്നു, സിനിമ വിടുന്ന സമയത്ത് എല്ലാവരും കൂടെ ഡോറിലേക്ക് ചെല്ലുമ്പോൾ ഒരു തിരക്കുണ്ടാവും, അതേപോലുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ നവീകരണം എന്ന് പറയുന്നത് 30 ലക്ഷം ബില്ല് വരെ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയിലേക്കാണ്. സോ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. അതുപോലെ നമുക്ക് RCMന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ, വളരെ ചുരുക്കം ആളുകളെ അത് നേരിട്ട് ചെയ്യാറുള്ളൂ. പല ആളുകളും എവിടെയെങ്കിലും എന്താ പറയുക, ഇന്റർനെറ്റ് സൗകര്യം ഉള്ളിടത്ത് കൊണ്ടുപോയി കൊടുത്ത് ചെയ്യിപ്പിക്കുന്നവരുണ്ട്, ടീമിൽ അറിയാവുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം ഔട്ട്ലെറ്റ് ഓണേഴ്സും ടെക് സേവി ആണെന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓർഡർ ഇടാനും പൈസ അയക്കാനും മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി പല ഓപ്ഷൻസ് പോലും അവർക്കൊന്നും അറിയില്ല. ഈവൻ വളരെ സീനിയർ ലീഡേഴ്സിന് പോലും ഇങ്ങനെയുള്ള ടെക്നോളജിയും കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ല. അപ്പൊ ഇതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അസോസിയേറ്റ് പേരായിട്ട് പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ പ്രയാസം ആളുകൾ ഫേസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇപ്പോൾ തരണം ചെയ്യാൻ പോകുന്നത്? കാരണം ഈ സൈറ്റിൽ വരുന്ന മാറ്റം കൊണ്ട് നമുക്ക് അതെങ്ങനെ ഗുണം ചെയ്യുന്ന ഒരു ഉദാഹരണം പറയും. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാണ്. പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഇനി അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ മൊബൈൽ നമ്പർ അടിക്കുക. ഏത് മൊബൈൽ നമ്പർ ആണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ച ആപ്ലിക്കൻ്റ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ആ നമ്പർ അടിക്കുന്നു, അതിലേക്ക് ഒരു OTP വരുന്നു, അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ആയി. പിന്നീട് പേഴ്സണൽ ഡാറ്റ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, അത് രജിസ്റ്റർ ആയി. അതിനുശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അത് രജിസ്റ്റർ ആയി. സബ്മിറ്റ് കൊടുക്കുന്നു, രജിസ്റ്റർ ആയി. അതിനുശേഷം എറർ ആയി കഴിഞ്ഞാൽ
വീണ്ടും നമ്മൾ എടുത്തിട്ട് ഈ മൊബൈൽ നമ്പർ അടിച്ച് പാസ്വേഡ് അടിച്ച് കഴിയുമ്പോൾ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ഈസി ആയി ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള വിശദമായ സെഷൻ, അതായത് നമ്മുടെ RCMന്റെ സൈറ്റിലും BUCD സൈറ്റിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, ഇതെല്ലാം നമുക്ക് നാളെ രാത്രി ഉള്ള ഒരു സ്പെഷ്യൽ സെഷനിൽ കമ്പനിയുടെ ഭാഗത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ, പരമാവധി ആളുകളെ അതിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് RCMന്റെ വസന്തകാലം തന്നെയാണിത്. സോ ഇങ്ങനൊരു വസന്തകാലം വരുമ്പോൾ നമ്മൾ അതിന് സജ്ജരാണോ, അതിനുള്ള തയ്യാറെടുപ്പുണ്ടോ? നമ്മൾ കുറച്ച് നെല്ല് വിതച്ചു, അത് വിളയുന്ന സമയത്ത് കൊയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്കില്ലെങ്കിൽ എന്തു പറ്റും? ഒന്നെങ്കിൽ കിളി തിന്നും, അല്ലെങ്കിൽ അവിടെ കിടന്ന് പിന്നെ അടുത്ത മഴയിൽ കിടന്ന് മുളച്ചു പോകും, നമുക്കതിന് ഗുണം കിട്ടില്ല അല്ലെ? നമ്മൾ കുറെ വാഴ വെച്ചു, വാഴ കൊലച്ചു, കായ മൂത്തു, പഴുക്കേണ്ട സമയപ്പോൾ നമ്മൾ വെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടുകയല്ല, ചിലപ്പം മിടുക്കന്മാർ വേറെ ആരും കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ പ്രിപ്പയർനെസ് എന്താണ്? ഈ RCMന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ആ നേട്ടം കരസ്ഥമാക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടോ, നമ്മുടെ ടീമിനുണ്ടോ? ഇതൊന്ന് നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോ നമ്മളോടൊപ്പം ഒത്തിരി ആളുകൾ, ഇതപ്പോൾ 1000 പേര് ഇതിനകത്തായി കഴിഞ്ഞു. ഇനി ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ കൊടുത്തിരുന്ന കുറെ ആളുകൾ ലൈവായിട്ട് അവിടെ ഉണ്ടാവും. RCMന്റെ ഒരു സിദ്ധാന്തം പറയുന്നത്, RCMൽ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളല്ല 100 പേര് ജോയിൻ ചെയ്താൽ 90 പേരും ഒരു വർഷത്തിനുള്ളിൽ RCM വിട്ടുപോകുമെന്നാണ്. അതിനെന്താണ് കാരണം? ഇപ്പൊ നമ്മുടെ കൂടെ ഈ വന്നിരിക്കുന്ന ആളുകൾ, പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവും അല്ലേ? അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം RCMലേക്ക് വരുന്ന പല ആളുകളും ഇതിന്റെ ഓപ്പർച്യൂണിറ്റി, ആവശ്യകത അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പല സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് വിധേയമായിട്ടോ, അല്ലെങ്കിൽ കടപ്പാട് കൊണ്ടോ, അല്ലെങ്കിൽ അധികാര സ്വഭാവം കൊണ്ടോ, യാദൃശ്യമായിട്ടോ, എന്തെങ്കിലും ആവശ്യം കൊണ്ടോ ഒക്കെ വരുന്നവരാണ്. എന്നാൽ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്ന ആളുകൾ അവർ ഉറച്ചു നിൽക്കും. എന്ത് പ്രശ്നം വന്നാലും വിട്ടുപോകില്ല. അല്പം മുമ്പ് 7:15 നമ്മുടെ ടെക്നിക്കലി സുമതി മാഡത്തിന് സെഷൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 7:15 നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ടെക്നിക്കൽ ലേഡി ലീഡേഴ്സിന്റെ സെഷനാണ് ഈ വൈകുന്നേരം 7:15 പ്ലാറ്റ്ഫോമിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റോസസ്, കേരള റോസസ് എന്ന പേരിൽ ലേഡീസിന് അവസരം കൊടുത്തുകൊണ്ട്, അവരുടെ മുന്നേറ്റങ്ങളെ പങ്കുവെച്ചുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളെ പങ്കുവെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ രീതിയിലാണ് വൈകുന്നേരത്തെ പ്ലാറ്റ്ഫോം നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൽ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ലേഡീസിന്റെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമാണ് നമ്മൾ വൈകുന്നേരം 7:15 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് സുമതി മാഡം സംസാരിക്കേണ്ടായി. കുറച്ചു പേര് കേട്ടു. ഞാൻ പറഞ്ഞത് 1,00,000-ലധികം ആളുകൾ കേരളത്തിൽ ലൈവായിട്ട് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ വിജയിച്ച ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കണം, വിജയിച്ച ആളുകൾ പറയുന്നത് കേൾക്കണം, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളണം. എങ്കിൽ നമുക്ക് വേഗത്തിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. നേട്ടങ്ങൾ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന പില്ലവിലോ വരുമാനമോ മാത്രമല്ല, അതിനപ്പുറം വലിയ ഒരു തലം RCMലുണ്ട്. അത് മനസ്സിലാക്കണം. സുമതി മാഡം പറയുകയുണ്ടായി, ഞാൻ ടെക്നിക്കൽ അച്ചീവറാണ്, എൻ്റെ മകൻ റോയൽറ്റി അച്ചീവറാണ്, എൻ്റെ മരുമകൻ റോയൽറ്റി അച്ചീവറാണ്, എൻ്റെ മരുമകന്റെ ജ്യേഷ്ഠനാണ് ഞങ്ങൾക്ക് തന്നത്, അദ്ദേഹം സ്റ്റാർ പേൾ അച്ചീവറാണ്. ഒരു കുടുംബത്തിലേക്ക് വരുന്ന വരുമാനത്തിനുണ്ട്. ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ RCMൽ ഇന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക്, ഒരു വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയില്ല. RCM എവിടുന്ന് എവിടെ എത്തി, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാത്രമേ അറിയൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വസന്തകാലമാണ്. RCM വളരെ വേഗത്തിൽ വളർന്ന് മുമ്പോട്ട് അതിശീഘ്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ ഒരു വെലോസിറ്റി മനസ്സിലാക്കി അതിന്റെ കൂടെ നമുക്ക് നിൽക്കാനും നമ്മുടെ ടീമിനെ അതിന്റെ കൂടെ നിർത്താനും കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്ന് പോകും. അങ്ങനെ ആവരുത്. അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാനൊരു ചെറിയ PPT തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം, എൻ്റെ മകൻ ഡോക്ടർ ഹരി MBBS പൂർത്തീകരിച്ചു. ആളുടെ ഓപ്ഷനാണ് മാതാപിതാക്കളോടൊപ്പം RCM തന്നെ ചെയ്യുക എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യാനോ MDക്ക് പോകാനോ
താല്പര്യമില്ല എന്ന് പറയുന്നതല്ല, അതിനേക്കാൾ ബെറ്റർ ഓപ്ഷനാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന PPTയുടെ കംപ്ലീറ്റ് ആശയവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഹരിയുടെയാണ്. ഞാനത് എന്താ പറയുക, പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ഈ ഈ എന്താ പറയാ, ഈ ഓട്ടത്തിൽ നമ്മളോടൊപ്പം ഒന്ന് കൂടെ വരിക. എല്ലാവരും റെഡിയാണോ? യെസ്. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കണം. വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് ഈ സെഷനിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ അനുസരിച്ച് റിസൾട്ട് കിട്ടും. ആർസിഎം അങ്ങനെയാണ്. ആർസിഎമ്മിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സക്രിയമായി സജീവമായി ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇതിന്റെ കൂടെ നിൽക്കണം. ഞാൻ ആർസിഎമ്മിൽ സജീവമായ സമയത്ത് നമ്മുടെ ലീഡേഴ്സ് പറയുമായിരുന്നു, നെവർ ക്വിറ്റ്, നെവർ ക്വിറ്റ്, നെവർ ക്വിറ്റ്. ആർസിഎം ഒരിക്കലും വിടരുത്, വിട്ടുപോകരുത്. ഇഫ് യു വാണ്ട് ടു ക്വിറ്റ്, നിങ്ങൾക്ക് വിട്ടുപോകണമെങ്കിൽ അതിനു മുമ്പ്, വിട്ടുപോകുന്നതിന് മുമ്പ്, ആക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ്, ബിഫോർ ക്വിറ്റിംഗ്, കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈ. നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈൻ ആരാണോ അവരെ ഐഡന്റിഫൈ ചെയ്ത് അവരോട് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ആർസിഎം വിട്ടു പോകാൻ പാടുള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ആർസിഎമ്മിൽ വന്നത് എന്തു കാരണം കൊണ്ടാണെങ്കിലും ഇതിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായത് കൊണ്ടാണ് കുറച്ചു കാലമെങ്കിലും നിങ്ങൾ ഇതിൽ നിൽക്കാനിടയായത്. എന്നാൽ നിങ്ങൾ വിട്ടുപോകാൻ തീരുമാനിക്കുന്നത് നിങ്ങൾക്കുണ്ടായ ചെറിയ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളുടെ വഴികാട്ടിയായി നിൽക്കുന്ന നിങ്ങളുടെ ലീഡേഴ്സ് അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈ. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷന്റെ ക്യാപ്ഷൻ വെച്ചാൽ, അറിയിക്കാം, ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇതുവരെ പറഞ്ഞില്ലേ 25 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു കാലഘട്ടമാണ്. അതിൽ കുറെ കാലമായിട്ട് ആർസിഎമ്മിലുള്ളവരുണ്ട്. റിയലൈസ്, വസ്തുതകളൊന്ന് മനസ്സിലാക്കൂ. ആൻഡ് റെസ്പോണ്ട്, ഇനി നിങ്ങൾ പ്രവർത്തിക്കുക. ഇതിനെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനിച്ച മാത്രം പോരാ, യു ഹാവ് ടു ആക്ട് വിത്ത് ഫുൾ പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജി പ്ലാനിങ്. പറയാറില്ലേ, പ്രോപ്പർ പ്ലാനിങ് പ്രിവെൻസ് പുവർ പെർഫോമൻസ് അല്ലേ? അങ്ങനെ റീക്യാപ്പ്, ഒന്ന് തിരിഞ്ഞു നോക്കുക, റിയലൈസ്, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, ആൻഡ് റെസ്പോണ്ട്. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? വിത്ത് പ്രോപ്പർ പ്ലാനിങ്, എന്തൂസിയാസം ആൻഡ് എവറിത്തിങ്, സ്ട്രാറ്റജി എല്ലാം. അതിന് നിങ്ങൾക്ക് നല്ല ഒരു ലീഡേഴ്സിന്റെ നിര തന്നെയുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ. അനുദിനം കേരളത്തിൽ ഡസൻ കണക്കിന് പ്രോഗ്രാമുകൾ നടക്കുന്നത്. പ്രൊഡക്ട് ട്രെയിനിങ് ആയിട്ടും സിസ്റ്റം ട്രെയിനിങ് ആയിട്ടും റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ടും ഒക്കെ. എന്തിനാണ്? ടു മേക്ക് യു മോർ ഷാർപ്പ്, മോർ എന്താ പറയുക, മേക്ക് യു മോർ പ്രൊഡക്റ്റീവ്. നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ധാരാളമായിട്ട് നടക്കുന്നു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത്. എനിക്ക് കാണാൻ കഴിയുന്നില്ല എത്ര പേര് വീഡിയോയിലുണ്ടെന്ന്, പക്ഷേ വീഡിയോയിൽ ഉള്ളവർക്ക് ഇത് ശ്രദ്ധിക്കാൻ കൂടുതൽ പറ്റും. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ വീഡിയോ ഓൺ ചെയ്യുന്ന ആളുകൾ നല്ല ഡ്രസ് കോഡിലൊക്കെ ആയിരിക്കണം എന്ന് കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ സഭ്യത നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോ റീക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്തായിരുന്നു നമ്മുടെ പഴയ കാലഘട്ടം? ആർസിഎം തുടങ്ങിയത് 2000-ലാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2000-ൽ ആർസിഎമ്മിൽ വന്നവരാരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് ആർസിഎം കിട്ടിയത് 2005-ലാണ്. അതിന് കാരണക്കാരായത് നമ്മുടെ ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്രഭട്ട് സാറാണ്. അദ്ദേഹത്തിലൂടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ സാറിലൂടെ നമുക്ക് ആർസിഎം എത്തിക്കിട്ടി. ഇപ്പൊ ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ, കോട്ടയം ജില്ലയിലെ തലനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. അമ്മ ഒരു സാധാരണ വീട്ടമ്മ. ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. അതിൽ മൂത്ത സിസ്റ്റർ ഒരു 5-6 മാസം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. എല്ലാവരും തന്നെ ജോലിക്കാരും വെൽ സെറ്റിൽഡും ഒക്കെയാണ്. ആർസിഎമ്മിനെ അത്രയധികം ഞാൻ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ
ആ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതാണല്ലോ കാര്യം. ഏതായാലും ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും അടങ്ങുന്ന ഈ കുടുംബം, ഞാനും എൻ്റെ വൈഫ് അഖിലയും ഡോക്ടർ ഹരിയും, ഞങ്ങൾ മൂന്ന് പേരും ഫുൾ ടൈം ഓൺ ടോപ്പ് പ്രയോറിറ്റിയിൽ ആർസ്യം എടുത്തുകൊണ്ട് ടീമിനൊപ്പം സജീവമായിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. ഞാൻ ആർസിമിലേക്ക് വരുന്നതിന് മുമ്പുള്ള എൻ്റെ എയർഫോഴ്സ് ലൈഫ് 1987 ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അത്രയും ചെറുപ്പത്തിലെ തന്നെ എയർഫോഴ്സിൽ ജോലി കിട്ടിയപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ വലിയ സന്തോഷം, അഭിമാനം അല്ലേ. എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു ബെറ്റർ ലൈഫായിരുന്നു എനിക്ക് എയർഫോഴ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എയർഫോഴ്സിലെ എൻ്റെ സുഹൃത്ത്, നമ്മുടെ എല്ലാവരുടെയും അപ്പലൈനായിട്ടുള്ള ഗോപകുമാർ സാറാണ് എനിക്ക് RCM പറഞ്ഞു തന്നത്. അദ്ദേഹം എന്നോട് RCMനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്നേഹപൂർവ്വം ഞാനത് നിരസിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ സാധാരണ മറ്റ് എയർഫോഴ്സുകാരെക്കാൾ കൂടുതൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട സൗകര്യത്തിലായിരുന്നു. കാരണം എൻ്റെ വൈഫിന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് ഒരു ഇൻകം ഉള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് 2 ഇൻകം ഉണ്ട്. പിന്നെ വേറൊരു ഒരു എക്സ്ട്രാ ഇൻകമോ മറ്റൊരു ഓപ്ഷനോ നോക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ RCMന്റെ ഒരു സാധ്യത അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അത് എന്നോട് പറയുമായിരുന്നു. ഒരുപക്ഷെ അത് പറയാൻ വേണ്ടി തന്നെ അവസരം ഉണ്ടാക്കി വരുമായിരുന്നു. അങ്ങനെ നിർബന്ധത്തിന് വിധേയനായി, സത്യം പറഞ്ഞാൽ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ RCMൽ ജോയിൻ ചെയ്തത്. ഇന്ന് നമ്മൾ പറയാറുണ്ട് ശല്യം സഹിക്ക വയ്യാതെ. ഇന്ന് അതിന് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പറയാവുന്ന പേരാണ് ഫോളോ. അദ്ദേഹം ഒത്തിരി ആളുകൾ പറഞ്ഞു, ചില ആളുകൾ വേഗം സ്വീകരിച്ചു, ചിലർ സ്വീകരിച്ചില്ല. അത്തരത്തിൽ എന്നെയും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അതുപോലെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷവും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്നെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഒരു റെസ്പോൺസിബിൾ അപ്ലൈൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് 2006 ഞാൻ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും ആ പ്രോഗ്രാമിൽ ഇരുന്നു കൊണ്ട് ഞാൻ തീരുമാനം എടുക്കുകയും ചെയ്തു, എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് വെച്ച് ഫുൾ ടൈം ആയിട്ട് RCM എടുക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, 2006 കഷ്ടിച്ച് 10-20 ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. എനിക്ക് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. കമ്പനിയുടെ MDO അല്ലെങ്കിൽ മറ്റ് അപ്ലൈൻ ആരെയും എനിക്കറിയില്ല. പക്ഷേ 1000ഓളം ആളുകൾ പങ്കെടുക്കുന്ന ആ പ്രോഗ്രാമിൽ 2000 ഓഗസ്റ്റിൽ തുടങ്ങിയ RCM 2006 ആയപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആ പ്രോഗ്രാമിൽ വന്ന് ഗസ്റ്റ് സ്പീക്കറായി വന്ന, ചീഫ് ഗസ്റ്റായിട്ട് വന്ന ആള് പറയുമ്പോൾ അതെന്നെ സ്വാധീനിച്ചു. 6 വർഷം കൊണ്ട് ഇവിടെ ആയെങ്കിൽ RCM എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് എനിക്ക് വിഷൻ ക്ലിയർ ആയി. അവിടെയാണ് കാര്യം. നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമ്മൾ പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, കേൾക്കുന്നയാൾക്കത് മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതേ പ്രോഗ്രാമിൽ 1000ഓളം ആളുകൾ പങ്കെടുത്തു. അതിൽ എത്ര പേർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ എൻ്റെ സ്വിച്ച് ഓപ്പറേറ്റായി ഞാൻ അവിടെ തീരുമാനം എടുത്തു, കിറ്റ് മൈ ജോബ്. അതിനുശേഷം തിരിഞ്ഞു നോക്കാതെയുള്ളൊരു പ്രവർത്തനം. എയർഫോഴ്സിലെ ലൈഫിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ എന്താ പറയുക, ബോണ്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ RCMലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയത്. പക്ഷെ അന്ന് മുതൽ എൻ്റെ ലൈഫിൽ RCM ആയിരുന്നു ഓൺ ടോപ്പ് പ്രയോറിറ്റി. അതിനുശേഷമുള്ള യാത്രയിൽ നമുക്കറിയാം, നമുക്കെല്ലാം സൗത്ത് ഇന്ത്യൻ ടീമിനെ വിശേഷിച്ചും മെൻറ്ററായിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ആളാണ് ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാർ. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അപ്രോച്ചും എല്ലാം നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ടതാണ്, ഫോളോ ചെയ്യേണ്ടതാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ്, കോപ്പി ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിലുള്ള ക്വാളിറ്റീസ് നമുക്ക് അത്രയധികം വർണ്ണിക്കാനുണ്ടാവും. ഹിന്ദി മാത്രം അറിയാവുന്ന അദ്ദേഹം എൻ്റയർ സൗത്ത് ഇന്ത്യയിൽ ബിസിനസ് കെട്ടിപ്പടുത്തു. മലയാളം അറിയില്ല, തമിഴ് അറിയില്ല, കന്നഡ, തെലുങ്ക്, മറാഠി ഇതൊന്നും അറിയില്ല. ഹിന്ദി ബെൽറ്റിൽ അദ്ദേഹത്തിനുള്ളതിനേക്കാൾ സ്ട്രോങ് ആയിട്ടൊരു ടീം സൗത്ത് ഇന്ത്യയിൽ വരാനിടയായി. മറ്റ് RCMലെ സീനിയർ ലീഡേഴ്സ് എത്തി നോക്കാതിരിക്കുമ്പോൾ അവർക്കൊക്കെ ലാംഗ്വേജ് വലിയൊരു ബാരിയർ ആയപ്പോൾ, എന്താ പറയുക, ബാലികേറ മലയായപ്പോൾ അദ്ദേഹം അതൊരു അവസരമാക്കി കണ്ടെടുത്തു.
ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന നമ്പർ 1 എന്ന് എല്ലാവരും പറയുന്ന ഒരു ടീമായിട്ട് നമ്മുടെ ടീം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്, ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര വത്സ്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള സർവീസുകൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. നമ്മളിൽ പല ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ രൂപാന്തര യാത്ര സെലിബ്രേഷനിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ശരിക്കും വിശകലനം ചെയ്യണം. TCGയിൽ നിന്ന് നേരിട്ട് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ ആ തരത്തിൽ നമുക്ക് വളർച്ച ഉണ്ടായത് ഒരു വലിയ അഭിമാനം തന്നെയാണ്. യാദൃച്ഛികമെന്നോണം ഭിൽവാരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ TCGയോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പ്രോഗ്രാമുകളിലും അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് RCMൽ നമ്മൾ വളർന്ന് കോർ ലീഡർ എന്ന് പറയുന്ന ലെവലിലെത്തി, സഫയർ എന്ന് പറയുന്ന പിൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ദൂരം കുറഞ്ഞ് നമ്മൾ എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട്, കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ഇത് ഒരു ഞാൻ പറയില്ലേ, ഒരു തിരിഞ്ഞു നോട്ടം. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞതാണ്. ആൻഡ് വാട്ട് അബൌട്ട് യു ഓൾ? നിങ്ങളെ ഞാൻ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരാം. 2005 ഞാൻ RCMൽ ജോയിൻ ചെയ്തു. 2006 ഞാനൊരു തീരുമാനമെടുത്തു. അവസാനം എൻ്റെ എയർഫോഴ്സ് സർവീസിൽ 10 മാസം ഞാൻ ഗോരഖ്പൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്റ്റേഷനിലായിരുന്നു. ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്തല്ല, അവിടെ പുതിയ ആളുകളാണ് എന്നെ സംബന്ധിച്ച്. അവിടെ 10 മാസം കൊണ്ട് ഏതാണ്ട് 258 പേരെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. വളരെ ദൂരെ ആണ് ഔട്ട്ലെറ്റ് ഉള്ളത്. അന്ന് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളില്ല. ഹെൽത്ത് കാർഡില്ല, ഗാമോർസോൾ ഇല്ല, ന്യൂട്രിചാർജ് ഇല്ല, ഹരിസഞ്ജീവനി ഇല്ല, കീസോൾ ഇല്ല, തുളസി പെയിന്റ് ഇല്ല, അല്ലെങ്കിൽ പെയിന്റ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഇന്ന് നമ്മൾ പറയുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത സമയത്തും ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞുകൊണ്ട് കിറ്റ് കൊടുത്ത് ആളുകളെ ഒന്ന് 258 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം ഐ വാസ് മാഡ്, മനസ്സിലായില്ലേ? എന്നാൽ ആളുകൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ കാണിക്കാൻ പോകുന്നത് 2015 മുതൽ ഇങ്ങോട്ട് ഞാൻ ഒരു ടെക്നോളജി എക്സ്പെർട്ടൊന്നും അല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ പഴയ ചരിത്രങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. എയർഫോഴ്സിലെ 1-2 ഫോട്ടോ കിട്ടുന്നതിന് വലിയ അത്ഭുതമാണ്. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കുന്നതിലോ സൂക്ഷിക്കുന്നതിലോ ഒന്നും താല്പര്യമുള്ള ആളായിരുന്നില്ല. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ 2005 മുതൽ RCMലുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും. നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ ഇതിനകത്തുണ്ടോ നോക്കുക. കേരളത്തിൽ RCMന്റെ പ്രോഗ്രാം നടത്തുമ്പോഴൊക്കെ ഹാള് നടന്നു തന്നെയാണ്. എവിടെയാണെങ്കിലും വളരെ സ്റ്റാൻഡേർഡായിട്ട് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ടാണ് ആളുകൾ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആണ്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആളുകൾ വന്നിട്ട് പറയുന്നത് ഞാനിപ്പോൾ തകർക്കും, ഇനി ഡയമണ്ട് എത്താതെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കീസോളിൻ്റെ ആനിവേഴ്സറിയിൽ കിരൺ ബേദി മാഡം സ്റ്റേജിൽ വന്ന് നിൽക്കുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ കാണിക്കേണ്ടതായിരുന്നു. അവർ ആ സ്റ്റേജിലേക്ക് വന്നിട്ട് അത്ഭുതപ്പെട്ട് അന്താളിച്ചിങ്ങനെ ഇത് എന്താണ് ഞാൻ കാണുന്നത്. ഇവർ പറഞ്ഞു ഇത് എന്നെ ആയിരുന്നില്ല വിളിക്കേണ്ടത്, സാക്ഷാൽ പ്രധാനമന്ത്രിയെ വിളിക്കണമായിരുന്നു. അദ്ദേഹം എന്താണോ രാജ്യത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നടപ്പിലായിരിക്കുന്നത്. ഇനി പ്രധാനമന്ത്രി വരുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്രി എന്താ പറയുക നിർമ്മലാ സീതാരാമനെങ്കിലും വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം TCG സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു കിരൺ ബേദി മാഡത്തിന്റെ സംഭാഷണം. വളരെ അടിപൊളിയായിരുന്നു പറഞ്ഞു. എക്സൈറ്റ്മെന്റ് ഉണ്ടായോ? യെസ്. എത്ര ഉണ്ടായി? ഫുൾ ഉണ്ടായി. ഇപ്പോഴത്രയുണ്ടോ? ഏത് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അത്ര എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ ചോദിച്ചു. ഇനി വീട്ടിൽ ചെന്നുമ്പോൾ അത്ര ഉണ്ടാവുമോ? ഈ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ? ഇവിടെ കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് ഹാളിൽ കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എക്സൈറ്റ്മെന്റ്
അതേ നിങ്ങൾക്ക് റിസൾട്ട് തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഫോട്ടോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാകും. ഇതൊക്കെ 5-8 വർഷം മുമ്പ് അഭിമാനകരമായ പൊസിഷൻ അച്ചീവ് ചെയ്ത് ആൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. പേര് ഞാൻ പറയുന്നില്ല. അതിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചിലരെയെങ്കിൽ നിങ്ങൾക്കറിയാം. ആർസ്യം കൊടുക്കുന്ന അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. ചില ആളുകൾ മനസ്സിലാക്കും, മനസ്സിലാക്കിയാൽ നിലനിൽക്കും. ചില ആളുകൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കും. മാറി നിന്നാൽ നഷ്ടം അവർക്ക് മാത്രമാണ്. നോക്കൂ, എവിടെ പ്രോഗ്രാം നടത്തിയാലും നിറച്ച ആളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങി എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ 90% ആളുകളും വിട്ടുപോകും. ഇതിനകത്ത് ഈ മാലയിട്ട് നിൽക്കുന്ന ആളുകളിൽ ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എത്രയാണെന്ന് നോക്കാം. മയക്കം പിടിച്ച് നിൽക്കുന്നത് സ്റ്റാർ പേൾ ലിജിത് സാറാണ്. ഇങ്ങേ അറ്റത്ത് മാലയിട്ട് നിൽക്കുന്നത് സ്റ്റാർ പേൾ ഷാജഹാൻ സാറാണ്. ബാക്കിയുള്ള ആളുകൾ ഒപ്പമാണ്, അദ്ദേഹത്തോടൊപ്പമാണ് മാലയിട്ടത്. പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ മാല എവിടെ, അവരെവിടെ? നമ്മൾ ഒന്ന് വിശകലനം ചെയ്യണം. ഇദ്ദേഹത്തെയും അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്. നല്ല കഴിവുള്ള, താല്പര്യമുള്ള ഒരു ലീഡർ. അദ്ദേഹം ആർസിബിലേക്ക് കൊണ്ടുവന്ന ആളെന്ന ടെക്നിക്കൽ ലെക്ചറാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ മാന്യദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. നമുക്ക് മുമ്പോട്ട് കടന്നു പോകുന്നതിന്, വളരുന്നതിന് എന്താ പറയാ, പടികൾ വെച്ച് തന്ന ഒത്തിരി ആളുകൾ ഈ സിസ്റ്റത്തിലുണ്ടായിരുന്നു. അവരൊക്കെ തന്നിട്ടുള്ള അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഓരോ സമയത്തും അവരുടെയൊക്കെ പ്രവർത്തനം, ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. ഇന്ന് നാം കാണുന്ന വിജയരാജ് സാറും ഐശ്വര്യ മാഡവും അന്ന് റോയൽറ്റി ലെവലിൽ ട്രോഫി വാങ്ങിക്കുന്ന ഫോട്ടോ ആണിത്. എന്നവര് എമറാൾഡാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട പല ആളുകളും സിസ്റ്റത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് അവരെവിടെ എത്തുമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്താ പറയുക, സന്തോഷത്തിന്റെ ദിവസങ്ങൾ, പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ദിവസങ്ങൾ. 18ാമത്തെ ആനിവേഴ്സറിയിൽ നമ്മുടെ നാരായണേട്ടൻ TCGയിൽ നിന്ന് ട്രോഫി വാങ്ങിക്കുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് അദ്ദേഹം സ്റ്റാർ എമറാൾഡാണ്. റൂബി തൊട്ടു നിൽക്കുന്നു. തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അദ്ദേഹം റൂബിയായി നമ്മുടെ ഏറ്റവും അഭിമാനമായ ഒരു ലെവലിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ആ സമയത്തൊക്കെ നമ്മുടെ വിജയേട്ടനും വത്സല മാഡവും ഇവരുടെയൊക്കെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. 18ാമത്തെ ആനിവേഴ്സറിയിൽ ഞാൻ റൂബിയായി അവിടെ ചെല്ലുമ്പോൾ എന്നോടൊപ്പം റൂബിയായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ 3 പേരുണ്ട്. അന്ന് ഒരാളാണ് സ്റ്റാർ റൂബി ആയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും സ്റ്റാർ റൂബി തന്നെയാണ്. ഞാൻ റൂബിയിൽ നിന്ന് സ്റ്റാർ റൂബിയായി സഫയറായി. ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ പറഞ്ഞു, കേരളം അതിവേഗം വളരുകയാണ്. നമുക്കിത് തിരിച്ചറിയാൻ പറ്റണം. ആ സ്പീഡ് നമുക്കും നമ്മുടെ ടീമിന് ഉണ്ടായില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. കാണുന്നില്ലേ, ആരാണ് ഈ തലക്കെട്ടുള്ള ആള്? ബിൻസാറെ മനസ്സിലാവുന്നുണ്ട് ആരാന്ന്? ഇത് എവിടുന്ന് കിട്ടി ഈ ഫോട്ടോ ഒക്കെ? നമ്മളെ നഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്നൊക്കെ നഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ഗുഡ്, താങ്ക് യു. ഇതൊക്കെ അത്ഭുതമാണ്. ഇതാ നമ്മുടെ അജിതൻ സാറ് അന്ന് ഡൽഹിയിൽ ആനിവേഴ്സറിയിൽ പോയി ട്രോഫി വാങ്ങിച്ച നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട ലീഡേഴ്സ് കണ്ടില്ലേ? മജി സാറ്, സുരേഷ് ബാബു സാറ്, ഹേമന്ത് സാറ് റൂബിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് സ്റ്റാർ എമറാൾഡാണ്. ഇനി അടുത്ത ലെവലിലേക്കുള്ള ഓട്ടത്തിലാണ്. അല്പം മുമ്പ് നമ്മൾ കേട്ടത് സുമതി മാഡത്തിന്റെ സെഷനാണ്. സുമതി മാഡത്തോടൊപ്പം സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളിൽ ബാക്കി ആരൊക്കെ ഉണ്ട് പിക്ചറിൽ എന്നുള്ള കാര്യം ടീമിലുള്ളവർക്കറിയാം. ഞാൻ പറഞ്ഞത്, അവസരം നമ്മളെ തേടിയെത്തുന്നു, പക്ഷെ നമ്മൾ അതിനെ നിഷ്കരണം പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാണ്. ഈ നിൽക്കുന്നവരിൽ 3 പേര് ടെക്നിക്കൽ ചെയർമാരാണ്. ഷൈൻ ബാബു സാറ്, പുഷ്പ മാഡം, ഫിലിപ്പ് സാർ. ബാക്കിയുള്ളവർക്കും ഇതേ അവസരമാണ്. ഒരേ ലെവലിൽ അവർ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ആൻഡ് അവരില്ല. ഇത് നോക്കൂ, ഷൈനി മാഡം ഒരു RCM ഫാമിലിക്ക് ഉപഹാരം കൊടുക്കുകയാണ്. പക്ഷെ ഇന്ന് അവർ നമ്മളോടൊപ്പം ഇല്ല. ഇത് മറ്റൊരു വിരോധാഭാസം.
ഇത് അദ്ദേഹം കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷാജി സാറ് സുരാഗ് സാറിൻ്റെ അമ്മയ്ക്കും സുരാഗ് സാറിനും ഒരു മൊമെൻ്റോ കൊടുക്കുന്നു. ബിജു സാറ് സാക്ഷ്യം, ഗിരീഷ് സാറ് സാക്ഷ്യം. പക്ഷെ ഇന്ന് ബിജു സാറിൻ്റെയും ഗിരീഷ് സാറിൻ്റെയും സുരാഗ് സാറിൻ്റെയും ഒക്കെ പൊസിഷൻ എന്താണ്? ആ ട്രോഫി കൊടുത്ത ആള് ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ പറയുന്നത് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ച മാത്രമേ പറ്റുള്ളൂ. ദൃഢനിശ്ചയം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം. ഇതും ഈ മാലയിട്ടിരിക്കുന്ന രണ്ടുപേരും ഇപ്പോൾ നമ്മളോട് സജീവമായിട്ടില്ല. പക്ഷേ ഈ മാലയിട്ടിരിക്കുന്ന ആളെ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയാം. ബിധുശേഖറിന്റെ ജ്യേഷ്ഠൻ വിനോദ് മട്ടന്നൂർ എമറാൾഡാണ്. അച്ഛൻ വിജയേട്ടൻ എമറാൾഡാണ്. അമ്മ പേളച്ചിവറാണ്, ടെക്നിക്കലാണ്. അതിന് വിധുശേഖർ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം കാണിച്ച സ്പിരിറ്റും ആ ഒരു പൊട്ടൻഷ്യലും ആ ഒരു എന്ത്യൂസിയാസവും അത് കോപ്പി ചെയ്യുന്ന ആളുകൾ അങ്ങേയറ്റം വരെ എത്തും, സ്പേസിലെത്തും. പക്ഷെ എന്തോ കലി ബാധിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ പറ്റിപ്പോയി. തിരിച്ചു വരും. എല്ലാവർക്കും ആർസിമില് എന്തെങ്കിലുമൊക്കെ വന്നേ മതിയാകും. ഞാൻ പറഞ്ഞത് എൻ്റെ 2006 മുതലുള്ള യാത്രയിൽ കുറച്ച് നിമിഷങ്ങൾ ഞാൻ ഓർമ്മ വെച്ചതെന്ന് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഇപ്പൊ ഓക്കെ. ഇത് ബിൽവാര കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത് മുമ്പ് സുമതി മാഡം പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം. പക്ഷെ ഇത് കാണുമ്പോൾ എൻ്റെ കമ്പനിയാണ്, എനിക്കും അവിടെ പോയി ഒന്ന് കാണണം എന്ന് തോന്നുന്നവരുണ്ടാവും. ഒരു മടിയും വേണ്ട, പോകണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം. അവസരം കിട്ടുമ്പോഴൊക്കെ പോകണം. ഓരോ ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 25 വർഷം കൊണ്ട് ആർസിം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഇന്ന് വരുന്ന ആൾക്ക് ഈ 25 വർഷത്തെ വളർച്ച മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ നിമിഷവും ആർസിയം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കമ്പനിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനി ഞാൻ ഒരു സംഗതിയോട് കാണിച്ചു തരാം. 24ാമത്തെ ആനിവേഴ്സറിയിൽ ഡോക്ടർ സുരേന്ദ്രഭട്ട് സാർ വിളിച്ചുണർത്തി സൗഹൃദവും വളർത്തി ഓക്കെ
വന്നേ എല്ലാ ഹൃദയത്തിലും നിറഞ്ഞേ ആർസിയം രഥം വന്നേ. ആർസിഎമ്മിന്റെ 100 ദിവസം നടക്കുന്ന റിപ്ലൈയും കൊടുത്തു നമ്മൾ You have और एक ऐसे राष्ट्र का निर्माण करने की आवाज जहां सिर्फ और सिर्फ हम सब एक हो जाएं, ये पूरा देश एक हो जाए, एक बंधन में बंध जाए. എവിടുന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കാനാണ്. ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ ഞാനൊരു വീഡിയോ കാണിക്കാൻ ശ്രമിച്ചത് 24ാമത്തെ ആനിവേഴ്സറി ഡയമണ്ട് സുരേന്ദ്രൻ സാർ പറയുന്നു, ആയിരക്കണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വന്നുപോയി ഇപ്പോൾ ആയിരക്കണക്കിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്ലോസ്ലി അസോസിയേറ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് എനിക്കറിയാം എന്താണ് ആർസിഎം എന്ന്. ആർസിഎമ്മിന്റെ 7 അയൽവക്കത്ത് വരാൻ ഒരാൾക്കും കഴിയില്ല. 25 വർഷം എന്ന് പറയുമ്പോൾ 24 വർഷം പിന്നിട്ട കമ്പനികൾ വിരലെണ്ണാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ കതച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആർസിഎം ഇപ്പോഴും അതിന്റെ വളർച്ചയുടെ തുടക്കത്തിൽ പോലും ആയിട്ടില്ല. എത്ര വലിയൊരു സാധ്യതയാണുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം നമ്മൾ ഇവിടെ കൊച്ചിയിൽ നടന്ന പ്രോഗ്രാമിൽ എന്താ പറയാ ഡോക്ടർ തോമസ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു. എന്തായിരുന്നു പറഞ്ഞത്? കേരള സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിന് ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഞങ്ങളെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആർസിഎം പോലെയുള്ള കമ്പനിയാണ് മോഡൽ കമ്പനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ആർസിഎം എന്ന് പറയുന്നത് ഈ ഓരോ നോംസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാ കംപ്ലൈൻസിനും ഉദാത്തമായ എക്സാമ്പിൾ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കോളറിൽ കിടക്കുന്ന ആർസിഎം എന്ന് പറയുന്ന ലേബൽ അതൊരു പൊൻതൂവലാണ്. പക്ഷേ അതുക്കുമപ്പുറം നിങ്ങളുടെ കോളറിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ അംഗീകരിച്ച ഒരു ID കിട്ടുന്നതായിരിക്കും. ഇത് ആർക്കറിയാം? ഇത് ആർസിഎംകാർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, നമ്മുടെ ഫാമിലി, നമ്മുടെ പരമ്പരകൾ എത്ര ഭാഗ്യമുള്ളവരാണ്. അതാ ഞാൻ പറഞ്ഞത്, ദൈവാനുഗ്രഹമുള്ളവർക്കേ ഈ അവസരം കിട്ടൂ. നിങ്ങൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീഡിയോ ഓൺ ചെയ്ത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവ നിയോഗം തന്നെയാണ്. 1,00,000-ലധികം ആളുകൾ കേരളത്തിൽ ആർസിഎം ഉൽപ്പന്നം വാങ്ങിക്കുന്നവരുണ്ട്. ഏതാണ്ട് 100-ലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാനുണ്ട്. ഞാൻ തന്നെ പല ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തു. ഏതാണ്ട് 700-ലധികം സ്റ്റാർട്ടപ്പ് ലീഡേഴ്സ് ഉണ്ട്. 1500ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ എത്ര പേര് സജീവമായിട്ടുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ആ കാണിച്ച 2015 മുതൽ 19 പടങ്ങളിൽ മാലയിട്ട് സ്റ്റേജിൽ വന്ന് വെറുതെ അല്ല, ആ സമയത്ത് ആർസിഎമ്മിന്റെ വരുമാനം കിട്ടിയത് കൊണ്ടാണ്, ഓരോ ലെവലിലും അവർ വന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ സ്റ്റേജിൽ വരാനും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാനും കഴിഞ്ഞത്. പക്ഷെ ഇന്ന് അവരെവിടെ? അതിന് കാരണം അവരുടെ നിസ്സംഗതയാണ്. ആ നിസ്സംഗത കൊണ്ട് ആർസിഎമ്മിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ആർക്കാ നഷ്ടം ഉണ്ടായത്? ശരിയല്ലേ? നമ്മളത് ഓർക്കണം, മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, 2005 1500 രൂപ കൊടുത്തൊരു കിറ്റ് വാങ്ങിച്ച് ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത ഞാൻ ഇന്ന് നമ്മളെവിടെയാണ്? ഞാനല്ല, നമ്മളെവിടെയാണ്? സീ ദ മിറക്കിൾ. ഒരു മാസം 30 കോടിയിൽ പരം ടേൺ ഓവർ ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ ടീമായിട്ട് വളർന്നു. ആലോചിച്ച് നോക്കാം, 20 വർഷം കൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന എൻ്റെ ഒരു ചെറിയ ടീമിന്റെ വളർച്ചയാണ്. ഈ 30 കോടിയുടെ ആർസിഎം DPO ടേൺ ഓവർ നടന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു 50 കോടിയുടെ ടേൺ ഓവർ നടക്കണ്ടേ? ആ 50 കോടി ടേൺ ഓവർ നടന്നാൽ അത് ഭൂരിപക്ഷവും മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റുകളാവില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അധ്വാനത്തിനൊരു പങ്ക്, നമ്മുടെ നാടിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തേണ്ട ഒരു പങ്ക് നമ്മൾ അറിയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് നമുക്ക് ഗുണമില്ലെന്ന് മാത്രമല്ല, പല കേസുകളിലും നമുക്കത് ദോഷം ചെയ്യാൻ, നമ്മുടെ നാടിന് ദോഷം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
എത്ര ഉദാത്തമായ ഒരു ആശയം, എത്ര അർത്ഥവത്തായ ഒരു കാര്യം, എത്ര വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു ഫോർമുല. ഇതിനുള്ളിൽ വന്നിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റാതെ അവനവന്റെ അറിവും കഴിവും സമയവും വൃഥാ പാഴാക്കി കളയുന്ന ആളുകളെ കുറിച്ച് സഹതപിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പരമാവധി ശ്രമിക്കുകയാണ് ഈ നന്മ എത്ര ആളുകളിലേക്ക് എത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടി എന്തൊക്കെയാണോ നമുക്ക് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. കമ്പനി ഹിന്ദിയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കഴിവിന്റെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ ആളുകൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ള പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, 2015 7 എംറാൾഡുമാരിൽ ഒരാളായി ഡൽഹിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ 7 പേരിൽ ഒരാളായിട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ ബിസിനസ്സിൽ മറികടക്കും. അത് ഞാനവിടെ പറയുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കേരളത്തിലെ ബിസിനസ് ഒരു വശത്തും റെസ്റ്റ് ഓഫ് ഇന്ത്യ മറുവശത്തുമായിട്ട് ഒരു ആരോഗ്യകരമായ മത്സരം. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല, രാജഗിരിയിൽ വന്നപ്പോൾ സൗരഭ് ചന്ദ്ര സാർ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ബ്ലിങ്ക് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഓരോ വീടുകളിലും ആർഎസ്എമ്മിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കാലം വരും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ എവിടെ ആയിരിക്കും അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയണം. കാരണം ആർഎസ്എമ്മിന് അതിനുള്ള പ്രിപ്പയർനെസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് ഇവിടം വരെ ആർഎസ്എം എത്തിയിട്ടുണ്ടെങ്കിൽ ആർഎസ്എമ്മിന്റെ പ്രിപ്പറേഷൻസ് അത്ര വലുതാണ്. ഹേമന്ത് സാറ് കമ്പനിയിൽ പോയിട്ട് അവിടുത്തെ ടീ ഗോഡൗൺ സന്ദർശിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എത്ര ഏരിയ എന്നറിയാം, ഒരു വലിയ ഏരിയ നിറച്ച നമ്മുടെ സിയാല് പ്രോഗ്രാം നടത്തിയ ആ ഹാള്, അല്ലെങ്കിൽ നമ്മുടെ ആ ഹാള് പോലെ വലിയ ഒരു ഹാങ്ങർ നിറച്ച് ചായപ്പൊടി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. എത്രയുണ്ട്! അത് ഒരു പ്രൊഡക്റ്റാണ്, ഒരു ചായപ്പൊടി മാത്രമാണ്. അതേപോലെയുള്ള പ്രിപ്പയർനെസ് 2008 AP ഓർഗാനിക്സ് ആർഎസ്എമ്മിന്റെ ഹെൽത്ത് കാർഡ് തന്നു തുടങ്ങി. ഇപ്പോൾ അത് റിഫൈൻ ചെയ്യുന്ന 2 പ്ലാന്റുകൾ, ഒന്ന് ഹൈദരാബാദിൽ, ഒന്ന് ഭിൽവാരയിൽ തന്നെ. അവിടുന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് നമുക്ക് കേരളത്തിലേക്ക് ഡയറക്റ്റ് ഹെൽത്ത് കാർഡ് വരുന്നത്. ഹെൽത്ത് കാർഡ് വന്ന സമയത്ത് ഇത് ആർക്ക് വേണമെന്ന് ചോദിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. മനുഷ്യർ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഇന്നും ആളുകൾ ചോദിക്കുന്നു, തവിടിൽ എണ്ണയുണ്ടോ? ഇത്രമാത്രം തവിട് കിട്ടും, തവിടെണ്ണ കഴിക്കാൻ പറ്റുമോ, ഉപയോഗിക്കാൻ പറ്റുമോ, മനുഷ്യർ ഉപയോഗിക്കുമോ, വെറുതെ കള്ളം പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, 100 ടണ്ണിലധികം ഹെൽത്ത് കാർഡാണ് ഓരോ മാസവും കേരളത്തിൽ കൺസ്യൂം ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിൽ ഒരു ഹെൽത്ത് കാർഡിന്റെ റിഫൈനിങ് യൂണിറ്റും അതുപോലെ ഒരു ആട്ട യൂണിറ്റും ഒക്കെ കേരളത്തിൽ ആർഎസ്എമ്മിന് തയ്യാറാക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് കാണാൻ കഴിയണം. ഞാൻ കേരളത്തിൽ ആർഎസ്എം സജീവമായി വരുന്ന സമയത്ത് 2 ഡിപ്പോയേ ഉള്ളൂ. ഇന്ന് 6 ഡിപ്പോ ഉണ്ട്. 4 ഡിപ്പോ ഉണ്ടെങ്കിൽ 3 ഡിപ്പോയും ഇനി അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കപ്പാസിറ്റിയുടെ അങ്ങേയറ്റത്തെത്തി. അടുത്ത 3 ഡിപ്പോ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാകും. ഓരോ നിയോജക മണ്ഡലങ്ങളിലും ആർഎസ്എം ഡിപ്പോ വരും. തുടക്കത്തിൽ ഗിരീഷ് സാർ പറഞ്ഞില്ലേ, എത്ര ഷോപ്പാണ് വരുന്നത്, എത്ര പുതിയ ഷോപ്പുകളാണ് വരുന്നത്. വണ്ടർവേൾഡ് വരുന്നു, വണ്ടർവേൾഡ് പ്രൈം വരുന്നു, ഇഷ്ടം പോലെ കേരളത്തിൽ നിറച്ച്. നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ എവിടെ പോയാലും ഇടത്തും വലത്തും നോക്കുന്നിടത്ത് മുഴുവൻ ആർഎസ്എമ്മിന്റെ സമൃദ്ധമായ ഔട്ട്ലെറ്റുകൾ കാണുന്നൊരു കാലം വിദൂരമല്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ചിന്തിക്കരുത്. നമ്മുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 100% കൺസ്യൂമർ ആയിട്ടെങ്കിൽ നിന്നാൽ തന്നെ ആർഎസ്എമ്മിന് ഒത്തിരി നേട്ടങ്ങൾ കിട്ടും. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും സജ്ജമാകണം. അത്രയേ ഉള്ളൂ. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിനെക്കുറിച്ച് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകുന്ന ഒരു സൗരഭ്യം എന്നല്ലേ, ആർഎസ്എംകാരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും അതിൻ്റെ നേട്ടം ഉണ്ടാകും. അപ്പൊ എന്താ വേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്, ബിലീഫ്.
നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. ആദ്യത്തെ കാര്യം അതാണ്. 2006 അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കാൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. അതുവരെ കേട്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം. അതിൽ ആദ്യത്തെ സംഗതി എനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. ഈ കണ്ട ആളുകൾക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യും, എനിക്കും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. 2000 ഓഗസ്റ്റിൽ ആർസ്യം തുടങ്ങുമ്പോൾ ഒരു ഒരു പാൻ പീസ് മാത്രമായിരുന്നു. അതിൽ നിന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ആർസ്യം ഇത്ര വളർന്നിട്ടുണ്ടെങ്കിൽ 2005 1500 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് ജോയിൻ ചെയ്ത ഞാൻ ഇന്ന് എൻ്റെ ടീമിൽ 30 കോടിയിലധികം ടേൺ ഓവർ നടക്കുന്ന രീതിയിൽ ടീം വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ എനിക്കും കഴിയും, എൻ്റെ ടീമിനും കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. മൂർത്തി സാറിന് സഫയർ ആകാൻ കഴിഞ്ഞെങ്കിൽ, സുജിത് സാറിന് സ്റ്റാർ റൂബി ആകാൻ കഴിഞ്ഞെങ്കിൽ, കേരളത്തിൽ ഇത്രയധികം റൂബിമാരും സ്റ്റാർ എമറാൾഡും എമറാൾഡും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അതിന് കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അങ്ങനെ എത്ര പേർക്കുണ്ട് എനിക്കും അത് കഴിയും, യെസ് ഞാനും നേടും, അവന് വലിയ വിശ്വാസം വേണമല്ലോ. അങ്ങനെ വിശ്വാസമുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എഴുതൂ. യെസ് ഞാനും ചെയ്യും. പറഞ്ഞില്ലേ, ആരെങ്കിലും ചെയ്താൽ ഞാനും ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ സൂമിൽ 909 പേരുണ്ട്. വിനോദ് സാറ് ഏകദേശം 300ഓളം ആളുകൾ യൂട്യൂബിൽ പ്രോഗ്രാം കാണുന്നുണ്ട്. പലപ്പോഴും ഒരു സ്ക്രീനിൽ തന്നെ 1,00,000 ആൾ കാണുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും 1000 1200 ആൾ കാണുന്നുണ്ട്. ഇതിൽ ഇത്രയൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. യെസ് ഐ വിൽ ഡു ഇറ്റ്. ആദ്യം അവനോടുള്ള വിശ്വാസം വേണം. രണ്ടാമത്തേത് ബിലീഫ് ഇൻ ദ സിസ്റ്റം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന് രക്ഷയായിട്ട് നിലകൊള്ളുന്ന ഒരു സിസ്റ്റമാണ്. തൊഴിലവസരങ്ങളില്ല, ഉള്ള തൊഴിലിന് നിലനിൽപ്പില്ല. ടെക്നോളജി വന്ന് എല്ലാ ജോലികളെയും ഇല്ലാണ്ടാക്കി കളയാണ്. വലിയ ഉയരങ്ങളിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നൊരു ഇഷ്ടം പോലെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് വാട്സപ്പിലാണ് അവർക്ക് മെസ്സേജ് വരുന്നത്, നാളെ മുതൽ ഓഫീസിലേക്ക് വരേണ്ട, 2 മാസം ശമ്പളം എടുത്തുകൊണ്ട് വിട്ടു പൊക്കോളാൻ. എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? ഗവൺമെന്റ് ജോലിക്ക് പോലും എന്താണ് പറയുക, കിട്ടുന്ന ശമ്പളം എങ്ങും എത്തുന്നില്ല. 10 പേര് ജോലി ചെയ്യേണ്ടടുത്ത് 3-4 പേര് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള ഒരു ഡോക്ടർക്ക് ഒരു ആക്രമണത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷം അദ്ദേഹം ഒരു TV റിപ്പോർട്ടറോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നമ്മൾ കാണുന്ന ഒരു പൊസിഷനാണ് ഡോക്ടർ. എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടിയ ആളാണ്. അത് ഗവൺമെന്റ് ഡോക്ടറാണ്. മിസറബിൾ ലൈഫ്, നരകതുല്യമായ ജീവിതമാണ് ആ ഡോക്ടർ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒരാളുടെ കാര്യം പറയാം. അദ്ദേഹം പറയുന്നത് എല്ലാ ഡോക്ടർമാരും ഇതേപോലെയാണ്. ഈ പറയുന്ന ഏത് ജോലി, പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ബിസിനസ്സുകാരോട് ചോദിച്ചു നോക്കൂ. ഒരു സ്ഥിരതയില്ലാത്ത ബിസിനസ് ആണെങ്കിലും കൃഷി ആണെങ്കിലും ഒക്കെ വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ അനുദിനം അടഞ്ഞടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്നരായ ആളുകൾ കൂടുതൽ സമ്പന്നരായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്റം നമുക്ക് മനസ്സിലാകണം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ സിസ്റ്റം നമുക്ക് മനസ്സിലാകണം. ആളുകൾക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ളവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണം. നമുക്ക് ബുദ്ധി ഇല്ലാത്തതാണ് ആളുകൾ മനസ്സിലാക്കാത്തതിന് കാരണം. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ പഠിക്കണം. അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി, ആ സിസ്റ്റത്തെ വിശ്വസിക്കണം. ബിലീവ് ഇൻ യുവർ ടീം. 2015 ഒരു എമറാളായപ്പോ ഞാനവിടെ പറഞ്ഞത് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയെ മറികടക്കുമെന്നാണ്. കാരണം എൻ്റെ ടീമിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. 2006 ശേഷം എൻ്റെ ടീമിൽ എന്ത് നടക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇന്നും കഴിയുന്നത്ര ഡെപ്തിൽ എൻ്റെ ടീമിൽ എവിടെയൊക്കെ എൻ്റെ കാഴ്ച ദൂരം എത്തുമോ അവിടെയൊക്കെ കഴിയുന്നത്ര ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരെ ഈ സിസ്റ്റത്തിന്
ഗുണപരമായ രീതിയിൽ അവരെ ചേർത്ത് നിർത്താൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ടീമിൻ്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാം. ഐ ഡു ബിലീവ് ഇൻ ദ ടീം. നമുക്ക് ടീമിൽ വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ അപ്ലൈൻ എന്താണ്? അപ്ലൈനും ലൈവ് സ്പോൺസേഴ്സും രണ്ടാണ്. അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഗുണം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അപ്ലൈനാണ്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം. പലപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ ആൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ചെയ്യുന്നതിൽ നമുക്ക് തൃപ്തികേടുണ്ടാകുമ്പോൾ ആ തൃപ്തികേടാണ് എപ്പോഴും നമ്മൾ മുമ്പിൽ നിർത്തുക. നമ്മുടെ ഈ പൊസിഷൻ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പൊസിഷന് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ആളോടൊക്കെ നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദിയുള്ളത് മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാതിരിക്കാനും കഴിയണം. അതിലാണ് ഔന്നത്യം. നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് പോകും തോറും നമ്മൾ കൂടുതൽ സൗമ്യതയും, നമ്മൾ കൂടുതൽ എന്താ പറയുക, ആളോട് ഇടപെടുന്നതിൽ കൂടുതൽ ഔചിത്യവും പൊളൈറ്റ്നെസ്സും ഒക്കെ കാണിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റണം. അതല്ലാതെ ചെറിയൊരു ലെവൽ എത്തുമ്പോഴേക്കും അമ്പട രാവണ എന്ന് പറഞ്ഞ് ഞാനാണ് വലിയ ആൾ, ഇത് എൻ്റേതാണ്, ഞാനുണ്ടാക്കിയതാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഒരിക്കലും ഈ സിസ്റ്റത്തിൽ അവർക്ക് ഗുണം ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡയമണ്ട് സുരേന്ദ്രൻ സാറിനെ നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ട ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. ഇൻഡസ്ട്രിയുടെ റിയൽ ഡയമണ്ട് തന്നെയാണ് അദ്ദേഹം. അതുപോലെ ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മുടെ ഈ വലിയ ടീമിൽ. ഇഷ്ടം പോലെ പറയില്ലേ, തങ്കപ്പെട്ട ആളെന്ന് പറയില്ലേ, അതുപോലെ ആളുണ്ട്. സോ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണം. ആർക്കെങ്കിലും എന്താ പറയുക, ഒരാളോട് കൂടുതൽ ഇഷ്ടം മറ്റുള്ളവർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് അസൂയപ്പെടുകയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? അവരോട് മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അവരെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കണം. ഇൻകൾക്കേറ്റ് ചേഞ്ച് ഇൻ യുവർ സെൽഫ്. ഒരു ടീം എന്ന് പറയുമ്പോൾ അപ്പ് ലൈനും ഡൗൺ ലൈനും ലവ് ലൈൻ അല്ലെങ്കിൽ ക്രോസ് ലൈൻ ഉണ്ടാകും. എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളോടൊരു ആകർഷണീയത ഉണ്ടാക്കാൻ പറ്റണം. അതിനു വേണ്ടി നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റണം. അതല്ലാതെ അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് നമ്മൾ വിധേയരായാൽ മാത്രമേ നമ്മുടെ ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഏതാണ്ട് 24 ദിവസം ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തായിരുന്നു. പക്ഷേ എൻ്റെ RCM ലൈഫിലെ ഏറ്റവും വലിയ ടേൺ ഓവർ വന്നൊരു മാസമായിരുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അസാന്നിധ്യത്തിലും അത്ര വലിയൊരു ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മൈ ടീം ഈസ് കേപ്പബിൾ, മൈ എന്താ പറയുക ഗൈഡൻസ് ഓഫ് മൈ അപ്ലയൻസ്, അതും എൻ്റെ ടീമിലുള്ള അസോസിയേറ്റ്സിൻ്റെ ലീഡേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും ഏറ്റവും ശ്ലാഘനീയമാണ്. സോ ബിലീഫ് നമുക്ക് അവനവനിലുണ്ടാവണം, സിസ്റ്റത്തിലുണ്ടാവണം, ടീമിലുണ്ടാവണം, അപ്ലൈനിലും ഡൗൺ ലൈനിലും ഉണ്ടാവണം. ആൻഡ് വാട്ട് അടുത്തത് വേണ്ടത്, നമ്മുടെ കമ്പനി എന്താണ്? നമ്മുടെ കമ്പനി അതിൽ വിശ്വാസം ഉണ്ടാവണം. RCM എന്താണ്? RCMന്റെ പ്രത്യേകത 25 വർഷം പിന്നിടുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വിരലെണ്ണാൻ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് RCM ആണെന്ന് RCM-കാരൻ പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. കാരണം RCM മാത്രമല്ല, ഇവിടെ നമ്മളോടുള്ള ആളുകൾ മറ്റ് പല ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ പഠനത്തിന് വിധേയമാക്കിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഡോക്ടർ തോമസ് മാതൃകയാണ് RCM എന്ന് പറയാൻ എനിക്ക് മടിയില്ലെന്ന് ഗവൺമെന്റ് ഏജൻസിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നണം, നമുക്ക് രോമാഞ്ചമുണ്ടാകണം. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വരാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ആ കമ്പനിയെ കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാവണം. പ്രൗഡ് ഓണർ ഓഫ് ദിസ് RCM കൺസ്യൂമർ പ്രൈവറ്റ് പ്രൊഡക്റ്റ് ലിമിറ്റഡ്. അത് നമുക്ക് ഫീൽ ചെയ്യണം. DCG പറയുന്നത് മേ മാലിക്കവും ഇല്ലേ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മുടെ പ്രൊഡക്ട്സ് എന്താ പറയുക, വാസ്റ്റ്, എത്ര വലിയ ഒരു പ്രോഡക്റ്റ് ശൃംഖലയാണെന്ന് ആലോചിച്ചോ. ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് സങ്കല്പിക്കാൻ കഴിയുമോ? ഇന്ന് സ്വന്തം ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ നടത്താൻ ലോകത്തിൽ അടിവരയിട്ട് പറയുന്ന ലോകത്തിൽ RCMനെല്ലാം ആർക്കെങ്കിലും വിറ്റുമോ? ഇന്ന് കേരളത്തിൽ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന 4 വണ്ടർവേൾഡുകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വണ്ടർവേൾഡ് കോഴിക്കോട് യൂണിവേഴ്സൽ വണ്ടർവേൾഡ് 2800 സ്ക്വയർ ഫീറ്റ് മനോഹരമായ 100-150 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള AC മീറ്റിംഗ് ഹാളോട് കൂടിയുള്ള
കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത്. മറ്റൊരു വണ്ടർവേൾഡ് എറണാകുളത്ത് ബഥാനി ആർട്സ് വണ്ടർവേൾഡ് 3 വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്നതിനുള്ള പുരസ്കാരം TC നിന്ന് ഏറ്റുവാങ്ങിയ റബേക്ക മാഡത്തിൻ്റെ ബഥാനിയ ആർട്സ് വണ്ടർവേൾഡ് 2400 സ്ക്വയർ ഫീറ്റ്. കഴിഞ്ഞ ഒരു വർഷം 2,57,00,000 ടേൺ ഓവർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്തുകൊണ്ട് സുലഭ് ആർട്സ് വണ്ടർവേൾഡ് ആലുവായിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ഇപ്പോഴവിടെ 3ാമതൊരു വണ്ടർവേൾഡ് പ്രൈം ഉമംഗ് ആർട്സ് വണ്ടർവേൾഡ് പ്രൈം എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ സൗത്ത് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് ചിറ്റൂർ റോഡിൽ വന്നിരിക്കുന്നു. ഒരു 10-60 ലക്ഷം രൂപ മുടക്കി ഇത്രയും വലിയൊരു ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുമ്പോൾ ഒറ്റ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ നടത്തുവാൻ ഇന്ന് ആർസിഎമ്മിന് മാത്രമേ ലോകത്ത് കഴിയൂ എന്നുള്ള ആ അഭിമാനകരമായ കാര്യം നമ്മൾക്ക് ബോധ്യപ്പെടണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാത്രമല്ല നമ്മുടെ പരമ്പരകളും ഭാഗ്യമുള്ളവരാണ്. ഇതറിയാൻ കഴിയുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. ഇതിൽ ഉറച്ചു നിൽക്കുക. ഇതിനപ്പുറം വേറൊരു ചാൻസ് നമുക്ക് ഈ ജന്മത്ത് വരാൻ പോകുന്നില്ല. അപ്പോൾ വിശ്വാസം അവനവരിൽ വേണം, സിസ്റ്റത്തിൽ വേണം, ടീമിൽ വേണം, അപ്ലൈനിൽ വേണം, അസോസിയേറ്റ്സിൽ വേണം, കമ്പനിയിൽ വേണം, പ്രൊഡക്റ്റിൽ വേണം. ഇതുകൊണ്ട് തീർന്നില്ല. ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആർസിഎമ്മിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും 146 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കഷ്ടിച്ച് 1-2 കോടി ആൾക്ക് മാത്രം കിട്ടിയ അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ദൈവം ചില പദ്ധതികൾ കണ്ടിട്ടുണ്ട്. ആ ദൈവനിയോഗം, ഡെസ്റ്റിനി, അതാണ് നിങ്ങളുടെ എത്താൻ കാരണം. TC എന്താ പറഞ്ഞത്? എന്നെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നു, പലതും പുകഴ്ത്തി പറയുന്നു. അതിനൊന്നും ഞാൻ ചെവിക്കൊള്ളുന്നില്ല. എനിക്ക് മുകളിൽ നിന്ന് സിഗ്നൽ വരുന്നു, ഡയറക്റ്റ് സിഗ്നൽ എനിക്ക് കിട്ടുന്നു. അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടപ്പിലാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ നിങ്ങളുടെ റിസീവറിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിസീവറിന് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിലും ആ പദ്ധതി പ്രാവർത്തികമാകും. വാട്ട് എവർ ഈസ് കമ്മിങ് ഫ്രം ദെയർ, അത് നിങ്ങളിലേക്ക് എത്തും. ആ എത്തുന്നു എന്നുള്ള തെളിവാണ് ഇന്ന് നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ചില ആളുകൾ നിർബന്ധത്തിന് വിധേയനായി വന്നവരായിരിക്കും, ശല്യം കൊണ്ട് വന്നവരായിരിക്കും, കടപ്പാട് കൊണ്ട് വന്നവരായിരിക്കും, ആവശ്യം കൊണ്ട് വന്നവരായിരിക്കും, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് വന്നവരായിരിക്കും. ഇതെന്താണെന്ന് ചോദിച്ചാർസിൽ വന്ന ആളുകളുണ്ട്, വളരെ ചുരുക്കമായിട്ട്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാർസിൽ വന്ന ആളുകളുണ്ട്. അപ്പോ ഈ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ഇതിൽ വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത്? 25 വർഷം കൊണ്ട് എവിടെ തുടങ്ങി ആർസിഎം എവിടെ എത്തിയിരിക്കുന്നു, ഇന്ന് നമ്മളെവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എത്ര ദൂരം മുമ്പോട്ട് പോകാനുണ്ട്? നമ്മുടെ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? സങ്കല്പിക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത്, ഡിസയർ ചേഞ്ചസ് നത്തിങ്. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹം കൊണ്ട് മാത്രം മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഡിസിഷൻ ചേഞ്ചസ് സംതിങ്. യെസ്, ഇന്നൊരു ഉറച്ച തീരുമാനമെടുത്തു. ആ തീരുമാനം കൊണ്ട് മാത്രം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല. ബട്ട് ഡിറ്റർമിനേഷൻ ചേഞ്ചസ് എവരിത്തിങ്. ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കി തരും. എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ടീമിൽ നാളെ ആരൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഈ ടീമിൽ വന്നിരിക്കുന്ന ആളുകൾ എത്ര പേര് നാളെ ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ കാണിച്ചങ്ങളിൽ, ആ ഫോട്ടോകളിൽ കുറച്ചു പേരെങ്കിലും അറിയുന്ന ആളുകൾ കുറച്ചു പേരുണ്ട് ഇവിടെ. ചില ആളുകൾ ഒരു പക്ഷേ പേര് മാറ്റി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാവും. ചില ആളുകൾ പേര് കൊടുക്കാതെ 1, 2, 3 ABCD എന്നൊക്കെ കൊടുത്ത് സ്വയം പേര് മറച്ചു വെച്ചുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാതെ കേൾക്കുന്നുണ്ടാവും. ഞാൻ എല്ലാവരോടും പറയുന്നു, ഫോർഗെറ്റ് എവരിത്തിങ്. ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ നേട്ടം നിങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന തടസ്സമാക്കി കളയരുത്. നിങ്ങൾ തടസ്സം നിൽക്കരുത്. കാരണം നിങ്ങൾ ഇതിലേക്ക് വന്നാലേ നിങ്ങളിലൂടെ അത് മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ അതിന് തടസ്സമായിട്ട് നിൽക്കരുത്. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. നിങ്ങളിതുപോലെ
പടമായിരിക്കേണ്ട. കണ്ടില്ലേ, അതിനകത്ത് കുറെ ആളുകൾ പടം എൻ്റെ സ്റ്റോക്കിലുണ്ട്. ഇത് കുറച്ചേ കാണിച്ചുള്ളൂ, ഇനി ഒത്തിരി ഉണ്ട്. 2007-8 മുതലുള്ള കുറെ പടങ്ങൾ ഇനിയുണ്ട് കാണിക്കാത്തത്. പക്ഷെ അതിലൊക്കെ കുറെ ആളുകൾ, അന്ന് കണ്ട ആളുകളുടെ മുഖങ്ങൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയും കുറെ കാലം കൊണ്ട് കഴിയും. അപ്പോ പടമായിരിക്കാതെ എന്താ പറഞ്ഞേ, പടയായി വരണം അല്ലേ? പടമായിരിക്കാതെ പടയായി വരണം, അതാണ് വേണ്ടത്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. JRCM.